സംസ്ഥാനത്ത് എസ്.എഫ്.ഐക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും സജീവം. എസ്.എഫ്.ഐയുടെ അപ്രമാദിത്വമാണ് കോളേജുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാക്കാൻ കാരണമെന്ന് ABVP. ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ആദ്യ വരി നമ്മൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ റാഗിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായിരുന്നു പിന്നിൽ സംഭവിച്ചത് എന്ന് ദൃശ്യങ്ങൾ തെളിവുകളൊക്കെ വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്ത് എസ്.എഫ്.ഐക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്, വിൽപ്പനയുമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതാണ്. ഇതിപ്പോൾ ABVP ആരോപിക്കുന്നത് എന്താണ്? കൃഷ്ണരാജ്, സംസ്ഥാന വ്യാപകമായി സർവകലാശാലകൾ കേന്ദ്രീകരിച്ചും കോളേജ് ക്യാമ്പസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും എക്സൈസിന്റെ മിന്നൽ പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് വിവിധ ജില്ലകളിൽ എക്സൈസിന്റെ പരിശോധന നടന്നു. ഇന്നലെ തലസ്ഥാന ജില്ലയിലായിരുന്നു മിന്നൽ പരിശോധന നടന്നത്. ഇതിൽ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹോസ്റ്റലിലാണ് ഇന്നലെ 455 റൂമിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശിയാണ് ഈ റൂമിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് ഹോസ്റ്റൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പിടിച്ചെടുത്ത കഞ്ചാവ് എക്സൈസ് സൂക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. SFI പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും കഞ്ചാവ് എത്തിച്ചതെന്നുമുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. മറുഭാഗത്ത് പരിശോധനകൾ ഊർജിതമാക്കണമെന്നും കോളേജുകളിൽ മാത്രമല്ല പല ഹോസ്റ്റലുകളിലെയും റൂമുകളിലും ഒപ്പം തന്നെ കോളേജിനുള്ളിലെ യൂണിറ്റ് റൂമുകളിലും ഇത്തരത്തിൽ കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ട് എന്നത് അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. പരിശോധനകൾ ഊർജിതമാക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ABVP മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് കഞ്ചാവ് പിടിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ABVP ഔദ്യോഗികമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഗവർണർ അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള പരിശോധനയും ഒപ്പം തന്നെ നടപടികളും അവർ പൂർത്തീകരിക്കുന്നുമുണ്ട്. കൂടാതെ ഇന്നലെ ഈ വിഷയത്തിന് ശേഷം കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് വിവിധ കോളേജുകളിലും വിവിധ ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു ക്യാമ്പസിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അനുവദിക്കില്ല. ഒപ്പം തന്നെ ലഹരി ക്യാമ്പസിനുള്ളിലോ ഹോസ്റ്റലിലേക്കുള്ളിലോ എത്തിക്കാനുള്ള അനുമതി നൽകില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലും അനുരഞ്ജനത്തിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം സംസ്ഥാനത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും കഞ്ചാവും ലഹരിയും അടക്കം മാരകമായി ഒഴുകുന്നതും അതിന്റെ വിപണനവും അതിന്റെ വിൽപ്പനയും അടക്കം ക്യാമ്പസ് ഹോസ്റ്റലുകളിൽ നടക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു. യോഗത്തിലടക്കം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നൊരു സാഹചര്യം. ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു പശ്ചാത്തലമുണ്ട്. ഗവർണർ എല്ലാ VCമാരെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് എല്ലാ സർവകലാശാലകളും പരിശോധനകൾ ഊർജിതമാക്കണമെന്നും ലഹരി ക്യാമ്പസിനുള്ളിലേക്ക് വേണ്ട എന്നുള്ള ദൃഢപ്രതിജ്ഞയും കർമ്മ പദ്ധതിയും തയ്യാറാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രധാനമായും പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ SFIയുടെ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന SFI തന്നെ ഭരിക്കുന്ന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നഗരത്തിന്റെ ഹൃദയ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. കൂടുതൽ മുറികൾ തുറന്ന പരിശോധന നടത്താൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ 455 മുറിയിൽ താമസിക്കുന്ന ഒരു തമിഴ്നാട് സ്വദേശിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ മുറിക്കുള്ളിൽ പൊതിഞ്ഞു വെച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനോ ഹോസ്റ്റൽ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എക്സൈസ് വ്യക്തമാക്കുന്നത്. ഈ വിവരങ്ങളടക്കം തമിഴ്നാട് സ്വദേശിയാണ് എന്ന് പറയുമ്പോഴും കൂടുതൽ വിവരങ്ങളും ഡേറ്റയും അടക്കം ലഭിച്ചാൽ മാത്രമേ ഇത് എവിടെ നിന്ന് എത്തിച്ചു, ആർക്ക് വേണ്ടി എത്തിച്ചു എന്നതടക്കമുള്ള ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിൽ അന്വേഷണ സംഘത്തെ വലയ്ക്കുകയാണ് ഹോസ്റ്റൽ അധികൃതർ. എന്തായാലും അന്വേഷണം തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. ഒപ്പം തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ വ്യാപകമാക്കുമെന്നുള്ളതാണ് എക്സൈസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന് അനുകൂല നടപടിയും അനുകൂലമായിട്ടുള്ള നിലപാടും VC അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ വിദ്യാർത്ഥി സംഘടന കൂടിയായ ABVP കടുത്ത ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ SFIക്കെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. കൃഷ്ണരാജ്, കോളേജുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാകാൻ കാരണം SFI ആണെന്ന് ABVP പറയുന്നു. കടുത്ത നടപടികളിലേക്ക് പോവുകയാണ് കേരള സർവകലാശാല, എക്സൈസ് ഒക്കെയും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.